questions are actually countless. സ്വാഭാവിക നന്മകളുണ്ട്. നമ്മുടെ മുന്നിൽ ഇതാ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. ഇങ്ങനെ ഡയലോഗ്സ് സംസാരിക്കാനേ അറിയുള്ളൂ. ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് എന്താ പറയേണ്ടതെന്ന് പറയാനുള്ള പക്വതയോ ബോധമോ എനിക്കില്ലാന്ന് എൻ്റെ ഭാര്യയും ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നുണ്ട്. ബേസിക്സിൽ നിന്ന് തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോൾ മിസ്റ്റർ സാബിത് ഉമ്മറായിട്ട് അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി കാണാൻ വേണ്ടി നടന്നിരുന്നത്. അപ്പം ADHD എന്നൊരു ഡിസോർഡർ ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സംശയങ്ങളുണ്ടോ? അപ്പോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, പല രീതിയിലുള്ള ആൾക്കാരെ, പല രീതിയിലുള്ള കുട്ടികളെ. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്താൽ ഈസിയായിട്ട് മാറുമെന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നോസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നോസ്ഡ് ആണ്. ഇപ്പോഴത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറെ മുഖങ്ങളുണ്ട്, ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങൾ. ആ മുഖങ്ങളോട് എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വെളിച്ചത്തിൽ ഇനി പീസ് വാലിയിൽ എന്നെ എത്തിച്ച ജഗദീശ്വരനോടും മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ് ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതുപോലും എനിക്കറിയില്ല. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ, പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിബിനോടും ഫത്ലുല്ലാ സാറിനോടും സാബിത്തിനോടും നന്ദി പറഞ്ഞ്, പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സോ താങ്ക് യു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്ക് ഇനിയും പരസ്പരം കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു. Once again, thank you for everything. Thank you for giving such a beautiful day to my life, and I hope this is the first day of the rest of my life. Thank you.